ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, സ്വാഗതം. നമസ്കാരം. നമ്മളിപ്പം നിൽക്കുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അത് മറ്റൊന്നുമല്ല, ഈ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയിട്ട് നമ്മൾ ഏറെക്കാലമായി. ഇപ്പോൾ ഇതാ അസർബൈജാനിൽ നടക്കുന്ന UN-ൻ്റെ COP ഉച്ചകോടി കാലാവസ്ഥാ വ്യതിയാനം, അവിടെ ഏറ്റവും പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് ചൂടാണ് അവരുടെ മുന്നിലും. നമ്മൾക്ക് അപ്രതീക്ഷിതമായ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറുന്നത്. ചൂട് മാത്രമല്ല, എല്ലാം വഴിതെറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കൊച്ചു കേരളത്തിലിരുന്നുകൊണ്ട് തന്നെ ഇതെല്ലാം കാണാൻ കഴിയുന്നത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് വിപരീതമായിട്ടുള്ളതാണല്ലോ നടക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു ഉച്ചകോടിയിലൂടെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൽ എന്ത് വ്യതിയാനം ഉണ്ടാക്കാൻ കഴിയും? നല്ല ചോദ്യമാണ്. ഇപ്പോൾ അസർബൈജാനിൽ കഴിഞ്ഞ ഈ 11-ാം തീയതി, 11-ാം തീയതി മുതൽ 22-ാം തീയതി വരെ ലോകത്തിലെ ഒരു 200ഓളം രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ 197, 200-നടുത്ത് രാജ്യങ്ങൾ ഒന്നിച്ചു കൂടുന്നുണ്ട്. രാഷ്ട്രത്തലവന്മാരാണ് പ്രധാനമായിട്ട് വരുന്നത്. പ്രധാനമന്ത്രിമാർ, പ്രസിഡന്റുമാർ, അങ്ങനെയുള്ള ആളുകളാണ് വരുന്നത് കൂടുതലും. പിന്നെ മറ്റ് മന്ത്രിമാരാണ്. ഒരു 10,000-75,000 ആളുകൾ അവിടെ ഒത്തുകൂടും. ഇത് 1992-ൽ റിയോ ഡി ജനറോയിൽ ഭൗമ ഉച്ചകോടി നടന്നായിരുന്നു, ബ്രസീലിൽ വെച്ച് 92-ൽ. അപ്പോൾ 1972 മുതലേ ഈ ഒരു വിഷയം ലോകത്ത് കിടപ്പുണ്ട്. കാലാവസ്ഥയും പരിസ്ഥിതിയും മനുഷ്യൻ്റെ വികസനം ഒന്നിച്ച് കൊണ്ടുപോകണമെന്ന്. അത് 72 മുതലേ ഉണ്ട്. പക്ഷേ 72 ഉണ്ടെങ്കിലും ഒരു 92ഓടുകൂടിയാണ് ഒരു കുറച്ചുകൂടി ലോകം ഇതിനകത്തൊരു ശ്രദ്ധ വെച്ചത്. ഐക്യരാഷ്ട്രസഭയൊക്കെ UNEP ഒക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ 92-ലെ സമ്മേളനത്തിന് ശേഷം 95-ൽ ജനീവയിൽ വീണ്ടും സമ്മേളനം ചേർന്നു. 95-ൽ ഒരു തീരുമാനമെടുത്തു. COP, കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് പറഞ്ഞാൽ ഈ ബന്ധപ്പെടുന്ന രാഷ്ട്രങ്ങളുടെ കോൺഫറൻസ് എന്നാണ്. പാർട്ടീസ് എന്ന് പറഞ്ഞാൽ പാർട്ടിയല്ല, ബന്ധപ്പെട്ട രാഷ്ട്രങ്ങൾ. അപ്പോൾ 197 അല്ലെങ്കിൽ 200ഓളം വരുന്ന രാജ്യങ്ങളാണ് അവരാണ് പാർട്ടീസ്. അവരുടെ ഒരു കോൺഫറൻസ് എല്ലാ വർഷവും ഓരോ സ്ഥലത്ത് വെച്ച് നടത്തുക. കഴിഞ്ഞ പ്രാവശ്യം അബുദാബിയിലായിരുന്നു. ഇപ്പോൾ അസർബൈജാനിലെ ഹുക്കു എന്ന് പറയുന്ന നഗരത്തിൽ വെച്ചാണ്. ഇങ്ങനെ ഓരോ വർഷം നടക്കുകയാണ്. എന്താ വിഷയം എന്താണ്? ഇപ്പം ഞാൻ ഒരു രസകരമായി പറഞ്ഞപ്പം വിജയനാഥ് സാറും ഞാനും കൂടെ തന്നെ ആയിരിക്കും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പല ചാനലുകളിലൂടെയും പല ഓൺലൈൻ മീഡിയയിലൂടെയും ഈ കാലാവസ്ഥയെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. പക്ഷേ പലപ്പോഴും ഇതൊരു അക്കാഡമിക് ഇൻട്രസ്റ്റ് ആയിട്ടാണ് പലരും കാണുന്നത്. അപ്പോൾ കാലാവസ്ഥയ്ക്ക് അങ്ങനെ മാറുമോ, ഇങ്ങനെയൊക്കെ വരുമോ കേരളത്തിലാണ്? 10 വർഷം മുമ്പ് പറഞ്ഞ് ഇത് ആരെങ്കിലും വിശ്വസിക്കുമോ? പക്ഷേ ഇപ്പോൾ പ്രളയം വന്നു, ഓക്കി വന്നു, നമുക്ക് ഉരുൾപൊട്ടൽ വരുന്നു. കാലാവസ്ഥ മാറ്റം നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷിമൃഗാദികൾ, സസ്യങ്ങൾക്കെല്ലാം മാറ്റം വരികയാണ്. ലോകത്തിനും ഇത് വലിയ മാറ്റം വരികയാണ്. ഇപ്പോൾ സഹാറ മരുഭൂമിയിൽ നോക്കൂ, അവിടെ പച്ചപ്പ് വരികയാണ്, നദി വരികയാണ്. സൗദിയിൽ മഞ്ഞുമഴ വരികയാണ്. അപ്പോൾ ലോകത്തെല്ലായിടത്തും എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്? അസംഭവ്യമാണെന്ന് നമ്മൾ കരുതിയതോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാലാവസ്ഥ മാറ്റത്തിൽ. ഈ സമയത്താണ് ലോകത്ത് ഈ സമ്മേളനം നടക്കുന്നത്. ഈ സമ്മേളനത്തിൻ്റെ ഒരു പ്രസക്തി എന്താണ്? അന്തരീക്ഷത്തിൻ്റെ ചൂട് 1.5 ഡിഗ്രിക്ക് താഴെ പിടിച്ച് നിർത്തണം. ഇന്നത്തെ പോക്ക് വെച്ചാണെങ്കിൽ അങ്ങനെ നിർത്താൻ പറ്റില്ല. കാരണം ഇന്ത്യ ജീവിക്കുമ്പോൾ ലോകം ജീവിച്ചാൽ ഒരു ഭൂമിയും കൂടെ വേണം. ഇനി ഒരു ഭൂമിയും കൂടെ വേണം. അത്രയാണ്. ആലോചിച്ചോണം അതിൻ്റെ ഗ്രാവിറ്റി. അമേരിക്ക ജീവിക്കുമ്പോൾ ലോകം ജീവിച്ചാൽ 5 ഭൂമി വേണം എന്ന് പറഞ്ഞാൽ അത്രമാത്രമാണ് കൺസ്യൂമറിസം വരുന്നത്, ഉപഭോഗം വരുന്നത്, മനുഷ്യൻ്റെ ഉപഭോഗം വരുന്നത്. അമേരിക്ക ജീവിക്കുന്ന പോലെ ജീവിച്ചാൽ അമേരിക്കയിലെ ശരാശരി, ഞാൻ പറയുന്നത് ഒരു സമ്പന്ന വർഗ്ഗമാണ്. അവിടെയും ദരിദ്രരുണ്ട്, പാവപ്പെട്ടവരുണ്ട്, സ്ലമ്മുണ്ട്. അതല്ല ഞാൻ പറയുന്നത്. ഒരു സമ്പന്ന വർഗ്ഗം ഉണ്ടല്ലോ. ഒരു ഇന്ത്യയിലും എടുക്കുമ്പോൾ വളരെ പാവങ്ങളുണ്ട്, ഒരു ഏരി വാങ്ങിക്കാൻ കഴിയാത്ത റേഷൻ കിട്ടാത്ത ആളുകളുണ്ട്. അവരെയല്ല ഞാൻ പറയുന്നത്. ഒരു സമ്പന്ന വർഗ്ഗത്തിൻ്റെ അല്ലെങ്കിൽ ഉയർന്ന ജീവിത നിലവാരം വഹിക്കുന്നവർ വച്ചുള്ള സൂചിക എടുക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നഗരവാസികൾ അങ്ങനെ ഉയർന്ന ആ സൂചിക എടുക്കുമ്പോൾ നമ്മളെപ്പോലൊരു ലോകത്ത് അവരെ പോലെ ലോകം ജീവിച്ചാൽ ബാക്കിയുള്ളവരും കൂടെ ജീവിച്ച്, ഇന്ത്യയിലാണെങ്കിൽ ബാക്കിയുള്ളവരും കൂടെ ജീവിക്കാൻ, ലോകം ജീവിക്കുകയും ചെയ്താൽ ഒരു ഭൂമി കൂടെ വേണം. അമേരിക്ക ജീവിക്കുമ്പോൾ ലോകം ജീവിക്കാൻ തുടങ്ങിയാൽ, അമേരിക്കയിലെ ഈ സമ്പന്ന വിഭാഗം ജീവിക്കുമ്പോൾ ലോകം ജീവിക്കാൻ തുടങ്ങിയാൽ 5 ഭൂമി വേണം. ഇത് കണക്കൂട്ടി എടുത്തിട്ടുണ്ട്. ചൈനയാണെങ്കിൽ 2 ഭൂമി വേണം ചൈന ജീവിക്കുമ്പോൾ. അപ്പോൾ ഇത്രയും ഭൂമിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്താ പറയുന്നത്? വികസ്വര രാജ്യങ്ങളുണ്ട്, വികസിത രാജ്യങ്ങളുണ്ട്. അമേരിക്ക പോലുള്ള, ചൈന പോലുള്ള വികസിത രാജ്യങ്ങൾ ആൾറെഡി വികസിച്ച് കഴിഞ്ഞു. അവർ നമ്മളെപ്പോലുള്ള വികസ്വര രാജ്യം ഡെവലപ്പ് ചെയ്യുന്നേ ഉള്ളൂ, നമ്മൾ പോകുന്നേ ഉള്ളൂ, മുമ്പോട്ട് പോകുന്നേ ഉള്ളൂ. ഈ 2 കൂട്ടരുണ്ട്. വികസിത രാജ്യങ്ങളാണ് കൂടുതൽ അന്തരീക്ഷത്തെ എന്ത് ചെയ്തിട്ടുള്ളത്, ഉപദ്രവിച്ചിട്ടുള്ളത്. അമേരിക്ക പോലുള്ള, ചൈന. കാരണം ഏറ്റവും കൂടുതൽ കാർബൺ പുറത്ത് വിടുന്നത് ചൈനയാണ്, അത് കഴിഞ്ഞ് അമേരിക്കയാണ്, ജപ്പാനാണ്. ഇങ്ങനെയാണ് കണക്കുകൾ. നമ്മൾ അതിനകത്ത് താഴെയാണ് വരുന്നത്. അപ്പോൾ വികസിത രാജ്യങ്ങളോട് നമ്മളെപ്പോലുള്ള രാജ്യങ്ങൾ പറയുന്നത് എന്താണ്? കാർബണിൻ്റെ അളവ് അന്തരീക്ഷത്തിൽ കുറയ്ക്കുക എന്നുള്ളതാണ് ഈ ചൂട് പിടിച്ചു നിർത്താൻ ഒരു പ്രധാന മാർഗ്ഗം. മീഥെയ്ൻ, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഇതൊക്കെ പിടിച്ചു നിർത്തണം, അന്തരീക്ഷത്തിലേക്ക് ഒരുപാട് പോകരുത്. അപ്പോൾ ഫോസിൽ ഇന്ധനങ്ങൾ ഒരുപാട് ഉപയോഗിക്കരുത്, പെട്രോളിയം ഒരുപാട് ഉപയോഗിക്കരുത്, ഡീസൽ ഉപയോഗിക്കരുത്, ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി കാട് ഒരുപാട് വെട്ടരുത്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കണ്ടീഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സോളാറിലേക്ക് പോകണം. പിന്നെ അതുപോലെ തന്നെ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണം, തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണം,
വേസ്റ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ വൈദ്യുതി രംഗത്ത് നമുക്ക് ഒന്നുകൂടെ എന്ത് വേണം? ഒരു സ്വയം പര്യാപ്തത വേണം. പെട്രോളിയത്തിൽ നിന്ന് നമുക്ക് ഡിപ്പെൻഡ് ചെയ്ത് പോകാൻ പറ്റില്ല. അതൊരു കാഴ്ചപ്പാട്. പിന്നെ ബാക്കി ഈ വികസനത്തിൻ്റെ കുറേ കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ വികസന രാജ്യങ്ങൾക്ക് ഇത് നിർത്താനും പറ്റില്ല. ഇപ്പോൾ ഇന്ത്യയോട് പറയുകയാണ്, നിങ്ങൾ നെൽകൃഷി ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ വിടുമോ? പക്ഷേ നെൽകൃഷി മീഥേൻ തരുന്നതാണ്, ഒരുപാട് അന്തരീക്ഷത്തിലെ മീഥേൻ വിടുന്നതാണ്. അപ്പോൾ നെൽകൃഷി ഉപേക്ഷിക്കാൻ പറ്റുമോ? ഇന്ത്യക്കാരന് പറ്റില്ല. ബീഫ്, കാള, പോത്ത് ഇങ്ങനെയുള്ള ചാണകം ഉണ്ടല്ലോ, മൃഗങ്ങളുടെ അതിൽ നിന്ന് മീഥേൻ വരും. അപ്പോൾ ഇന്ത്യക്കാരോട് പറയാൻ പറ്റുമോ? അസർബൈജാനിൽ ഇരുന്നിട്ട് ഈ സമ്മേളനം പറയുകയാണ് ഇന്ത്യ ഇനി കന്നുകാലി സമ്പത്ത് നടത്തേണ്ടതെന്ന് പറയാൻ പറ്റില്ല. അത് നമ്മളുടെ ബേസ് എന്ന് പറയുന്നത് കന്നുകാലി സമ്പത്തും ഈ കൃഷിയൊക്കെ അല്ലേ ഇന്ത്യൻ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഓരോ രാജ്യത്തിനും അവരവരുടെ ബേസ് ഉണ്ട്. അതുകൊണ്ട് അത് പറയാൻ പറ്റില്ല. അപ്പോൾ എന്താ പുതിയ ബുദ്ധി വെച്ചതാണ്. അതാണ് തർക്ക വിഷയം. വികസിത രാജ്യങ്ങൾ അവർ വികസിച്ചല്ലോ, അവരിൽ പണമുണ്ട്, അവർ കുറേ പണം ആർക്ക് കൊടുക്കുക? വികസ്വര രാജ്യങ്ങൾക്ക് കൊടുക്കുക. ഇന്ത്യ പോലുള്ള ആഫ്രിക്കൻ പോലുള്ള ദരിദ്ര രാജ്യങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുക്കുക. അവിടെ അപ്പോൾ എന്ത് നടക്കും? ആൾട്ടർനേറ്റീവായിട്ടുള്ള ഒരുപാട് കൺസർവേഷനും മറ്റും, എവിടെ കൺസർവ് ചെയ്താലും ഭൂമിക്കാണല്ലോ ഗുണം കിട്ടുന്നത്. അങ്ങനെ അതാണ് ഈ കാർബൺ ക്രെഡിറ്റ് എന്നൊക്കെ പറഞ്ഞൊക്കെ പല പരിപാടികളും ലോകത്ത് വരുന്നത്. ഇവിടെയും പറയുന്നത്. പക്ഷേ അതൊരു $100 മില്യൺ അവരെന്ത് ചെയ്തിട്ടുള്ളൂ? മാറ്റിവെച്ചിട്ടുള്ളൂ. പാരീസ് ഉടമ്പടി നടന്നു. ഇതിനിടയ്ക്ക് പാരീസിൽ സമ്മേളനം ചേർന്നായിരുന്നു. പാരീസ് ഉടമ്പടി പ്രകാരം എല്ലാ രാജ്യങ്ങളും കൊടുക്കുന്നതാണ്. പക്ഷേ വേറെ പ്രശ്നം, ട്രംപിന് ഇതിനകത്ത് എന്തില്ല? വലിയ താല്പര്യമില്ല. പുള്ളി പറയണത് ആവശ്യം പോലെ ഉണ്ട്, ഇതൊക്കെ കുഴിച്ചെടുത്തോളൂ. അല്ല, അദ്ദേഹം പറഞ്ഞ ഒരു കമന്റ് ഓർക്കുന്നുണ്ട്, കാലാവസ്ഥ അതൊക്കെ ഒരു മിഥ്യയാണ്. മിഥ്യയാണെന്നല്ല, കാലാവസ്ഥ മിഥ്യയാണ്. നിങ്ങൾ കുഴിച്ചോളൂ, മാക്സിമം കുഴിച്ചെടുത്തോളൂ, എന്തുവേണോ കുഴിച്ചെടുത്തോളൂ എന്ന് പറയുന്ന ആളാണ്. അതിന് ഒരു കോർപ്പറേറ്റ് ആളാണ്, ടോട്ടൽ കോർപ്പറേറ്റിൻ്റെ ആളാണ്. അപ്പോൾ അതേ കാലാവസ്ഥ വ്യതിയാനം ഇറ്റ് ഈസ് നെഗ്ലിജിബിൾ, മീഗർ, അതൊന്നും വിഷയമല്ല എന്ന് പറയുന്നത് ചിന്തിക്കുന്ന ആളാണ്. പക്ഷേ മറ്റ് രാജ്യത്തിലെ ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി കുറച്ച് കാലാവസ്ഥ മാറ്റത്തോടൊക്കെ കുറച്ച് പ്രതിബദ്ധതകൾ അങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുന്ന പ്രധാനമന്ത്രിയാണ്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താ? നമുക്കൊരു 2050 ലോകം നേടുന്ന അത്രയും കാലാവസ്ഥ മാറ്റ പ്രതികരണ പ്രവർത്തനം നമുക്ക് 2070 ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വീണ്ടും 20 വർഷം കൂടെ വേണം. കാര്യം എന്തിനാണ്? നമുക്ക് ഇതിൽ നിന്ന് മാറണ്ടേ, സ്വിച്ച് ഓവർ ചെയ്യണ്ടേ. സ്വിച്ച് ഓവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കർഷകരും കന്നുകാലി വളർത്തുന്ന ആളുകളും മൃഗസംരക്ഷണമുള്ള ആളുകൾ വലിയൊരു മാസമാണുള്ളത്. അവരെല്ലാവരും കൂടെ നാളെ കാലാവസ്ഥ വ്യതിയാനം വരികയാണ്, എല്ലാവരും ഇതൊക്കെ നിർത്തിക്കോളും എന്ന് പറഞ്ഞാൽ പട്ടിണിയാവും രാജ്യത്ത്. അങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് സമയമെടുക്കും. അതിന് ആൾട്ടർനേറ്റീവ് പ്രോഡക്റ്റുകളും ആൾട്ടർനേറ്റീവ് തിങ്കിങ്ങും. ഇതിനകത്ത് ഇവരിപ്പോൾ പറയുന്നത് കാർബൺ കുറയ്ക്കണം. കാർബൺ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കാർബൺ കുറയ്ക്കണം എന്നുള്ള തിയറി ഒരു സെക്കൻഡാണ് ഞാൻ പറഞ്ഞത് സാർ. അതായത് സൂര്യനിൽ ചൂട് വന്നിട്ട് ഈ ചൂട് തിരിച്ചു പോകണം. തിരിച്ചു പോകുമ്പോഴാണ് അന്തരീക്ഷത്തിലേക്ക് ചൂട് പിടിപ്പിക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോഴല്ല, കൂടുതൽ ഭൂമിയിൽ വന്ന് പതിച്ച് കടലിൽ പതിച്ചിട്ട് തിരിച്ചു പോകും. തിരിച്ചു പോകുമ്പോഴാണ് ഇവിടെ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇത് വ്യാപിപ്പിക്കും. കുറച്ച് ഇങ്ങോട്ട് പോകും. ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞ് സ്ട്രാറ്റോസ്ഫിയറിൽ കയറി മിസോസ്ഫിയർ, തെർമോസ്ഫിയറിലേക്ക് കയറി അങ്ങ് പോകും. കുറേ ചൂട് വികസിച്ച് ഇങ്ങനെ അങ്ങ് പോകും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കാർബൺ അന്തരീക്ഷത്തിൽ കൂടിക്കഴിഞ്ഞാൽ, അത് നമ്മളുടെ ഇടപെടൽ കൊണ്ട് ഈ പറഞ്ഞ ഫോസിൽ ഇന്ധനമൊക്കെ വന്നുകൊണ്ട് കൂടിക്കഴിഞ്ഞാൽ 1700 മുതലേ കൂടുതലുള്ളൂ, ഇത്രയും കൂടുതലുള്ളൂ. കൂടിക്കഴിഞ്ഞാൽ ഈ കാർബൺ എവിടെ നിൽക്കും? അന്തരീക്ഷത്തിൽ നിൽക്കും. ചൂട് താഴെ വരികയും ചെയ്യും. വന്നിട്ട് തിരിച്ചു പോകണ്ടേ? തിരിച്ചു പോകാൻ ആരും സമ്മതിക്കില്ല. ഈ കാർബൺ സമ്മതിക്കില്ല. ഒരു ഗ്രീൻ ഹൗസ് എന്നാണ് പറയുന്നത്. ഒരു ഹരിതവാതകം കയറി നിൽക്കും, ഇങ്ങനെ കുട പോലെ നിൽക്കും. ഉദാഹരണം ഞാൻ പറയാം സാർ, വളരെ സിമ്പിൾ ഉദാഹരണം. ഈ റൂമിൽ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് പുക മുകളിലോട്ട് പോയെന്ന് വിചാരിക്കുക. ഈ ടെറസ് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും? പുക പോയി തട്ടിയിട്ട് നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കും. ഈ ടെറസ് ഇവിടെ ഇല്ലെങ്കിലോ പുക അന്തരീക്ഷത്തിൽ പോകും. അപ്പോൾ അന്തരീക്ഷത്തിൽ പോകുന്ന കാർബൺ വാതകങ്ങൾക്ക് എങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല? മുകളിലോട്ട് സൈഡിലോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല. വേറെ കാർബൺ വന്ന് നേരത്തെ വിട്ട കാർബൺ എവിടെ നിൽക്കുകയാണ്? അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ കാർബണിൻ്റെ ചൂട് കൂടുമ്പോഴോ പിന്നെ താഴെ നിന്ന് വരുന്ന ചൂടിന് മുകളിലോട്ട് പോകാൻ പറ്റില്ല. മുകളിലോട്ട് പോകാൻ പറ്റില്ല, നമ്മൾ എന്ത് ചെയ്യും? താഴെ ഇരിക്കുന്നവർക്ക് കൊടുക്കും. ഇപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞില്ല, ഇവിടെ നമ്മൾ ചൂട് ഇപ്പം ഇവിടെ നിന്ന് ആവി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. AC ഒന്നുമില്ല എന്ന് വരിക്കുക. ഇവിടെ കഥവെല്ലാം അടച്ചിട്ടിരിക്കണം, AC ഒന്നുമില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ ചൂട് പൊക്കോണ്ടിരിക്കണം. കുറേ പോയി ഇതിൽ തട്ടും, ടെറസിൽ തട്ടും, അകത്ത് തട്ടിക്കഴിഞ്ഞാൽ ചൂട് പിന്നെ എങ്ങോട്ട് പോകും? വേറെ പോകാൻ വഴിയില്ല. അതിന് പോയേ പറ്റും ചൂടിന്. അതെങ്ങോട്ട് സഞ്ചരിക്കും? കാറ്റല്ലേ, അത് താഴോട്ട് സഞ്ചരിക്കും. അപ്പോൾ ഇരിക്കണം നമ്മളെല്ലാം എന്ത് ചെയ്യും? പെട്ടെന്ന് വേർക്കും. ഇതാണ് നമ്മൾ ഹാളിൽ AC കറണ്ടൊക്കെ പോകുമ്പോൾ ഓഡിറ്റോറിയത്തിലൊക്കെ സംഭവിക്കുന്ന കുഞ്ഞു കാര്യമാണ്. ഈ കാര്യം എവിടെയാണ് സംഭവിക്കും? അന്തരീക്ഷത്തിൽ സംഭവിക്കും. ചെറിയൊരു ഉദാഹരണം പറയാം, ഞാൻ വളരെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഉദാഹരണം പറയാം. നമ്മൾ വീട്ടിൽ ചായയും ഇതൊക്കെ സാമ്പാറൊക്കെ ഉണ്ടാക്കുമല്ലോ. ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ചൂട് കയറി കഴിയുമ്പോൾ ആ പാത്രം എടുത്ത് നോക്കുമ്പോൾ പാത്രത്തിൻ്റെ അടിയിൽ എന്ത് കാണും? ജലകണങ്ങൾ കാണൂലേ? പാത്രത്തിൻ്റെ അടിയിൽ, അടപ്പിൻ്റെ അടിയിൽ ജലകണം. അതേസമയം അടപ്പില്ലാതെ നിങ്ങൾ ചൂടാക്കി നോക്കൂ. എത്ര മണിക്കൂർ ചൂടാക്കിയാലും ജലകണം എവിടെ നിന്ന് എടുക്കാൻ പറ്റും? ജലകണം എവിടെ പോകും? നീരാവിയാവും. വെള്ളം വറ്റും. കുറേ സമയം വെള്ളം വെച്ചിരുന്ന വെള്ളം വറ്റി പോകില്ലേ? ആ വറ്റുന്ന വെള്ളം എവിടെ പോകും? അങ്ങ് അന്തരീക്ഷത്തിലേക്ക് നീരാവിയായിട്ട് പോകും. നമുക്ക് വെള്ളമായിട്ട് കിട്ടൂല. അതേസമയം അടപ്പിട്ട് നോക്കൂ, അടപ്പിൽ തട്ടിയിട്ട് വെള്ളത്തുള്ളികൾ കാണാൻ പറ്റും. നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. കുക്കറിൻ്റെ അടപ്പ് തുറന്ന് നോക്കുമ്പോൾ കുറച്ച് ചെറിയ വലിയ അടപ്പാണ്, കുക്കറല്ല, മറ്റേ അടപ്പാണെങ്കിൽ കൃത്യമായിട്ട് എന്ത് കാണാൻ പറ്റും? വെള്ളത്തുള്ളി. എന്ന് പറഞ്ഞാൽ ഇത് മുകളിലോട്ട് പോയി പിന്നെ പോകാൻ പറ്റുന്നില്ല മുകളിലോട്ട്. അവിടെ അകത്ത് തട്ടുന്ന താഴോട്ട് തന്നെ വരും. അതുപോലെ അന്തരീക്ഷത്തിലെ കാർബൺ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട്
1.5 ഡിഗ്രിയേക്കാൾ ചൂട് എന്ത് ചെയ്യും? കൂടും. അങ്ങനെ കൂടിപ്പോയാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. അതാണ് വിഷയം. കൂടിപ്പോയാൽ 1.5 ഡിഗ്രിയേക്കാൾ അന്തരീക്ഷത്തിൻ്റെ ചൂട് കൂടിയാൽ, ഭൂമിയുടെ ചൂട് കൂടിയാൽ മഞ്ഞുമലകൾ ഉരുകും, സമുദ്രനിരപ്പ് ഉയരും. കൊച്ചി, ഗോവ, അതുപോലെ കേരളത്തിലെ ഈ തീരദേശമൊന്നും കാണത്തില്ല, ബോംബെ ഇതൊന്നും കാണത്തില്ല. മഞ്ഞുമലകൾ ഉരുകുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അത് തീരദേശം മുഴുവൻ പ്രശ്നമാണ്. തീരദേശ പട്ടണങ്ങളെല്ലാം പ്രശ്നമാണ്. പിന്നെ ഇന്ത്യയിലടക്കമുള്ള ലോകത്തിലെ എല്ലാ പട്ടണങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എവിടെയാണ്? നമ്മളിതൊന്നും പഠിക്കുന്നില്ല. തീരത്താണ്. ആരുടെ തീരത്ത്? നദിയുടെ തീരത്താണ്. എറണാകുളം ഇരിക്കുന്നത് എവിടെയാണ്? പെരിയാറിൻ്റെ തീരത്താണ്. നമ്മുടെ വോൾഗയുടെ തീരത്താണ് റഷ്യ ഇരിക്കുന്നത്. ഇവിടെ ഗൂഗിളിയുടെ തീരത്താണ് കൽക്കട്ട പണിത് വെച്ചിരിക്കുന്നത്. യമുനയുടെ തീരത്താണ് ആരെ പണിത് വെച്ചിരിക്കുന്നത്? ഡൽഹി. നിങ്ങൾ ആലോചിക്കും, എല്ലാ നദികളുടെ തീരത്താണ് എന്ത് ചെയ്യുന്നത്? വലിയ പട്ടണങ്ങളെല്ലാം ഇരിക്കുന്നത്. ഈ നദികൾ വെള്ളം കൂടിയ പട്ടണങ്ങൾ എത്ര സമയം കാണും? അപ്പം ഈ കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുമ്പോൾ ഇതുപോലെ പിന്നെ ഇപ്പം മഴ മാറി വരുന്നു, കൂടുന്നു, അതുപോലെ രോഗത്തിനും മാറ്റം സംഭവിക്കും. ഇപ്പോൾ കേരളത്തിൽ 1 ലക്ഷം ആളുകൾക്കാണ് പനി. 1 ലക്ഷം. ഇന്നലത്തെ പത്രവാർത്തയാണ്. അത് ഒഫീഷ്യലാണ്. പിന്നെ അൺഒഫീഷ്യലായിട്ട് എത്രയോ ആളുകൾ ഹോസ്പിറ്റലിൽ പോകാത്തവർ. അപ്പോൾ ഈ കോവിഡ് പോലുള്ള വലിയൊരു മഹാദുരന്തമാണ് ഈ രോഗങ്ങളുടെ രൂപത്തിൽ കാലാവസ്ഥ വ്യതിയാനത്തിൽ വരുന്നത്. പക്ഷിമൃഗാദികൾക്ക്, മനുഷ്യർക്കൊക്കെ കാലാവസ്ഥ വ്യതിയാനത്തിൽ വലിയ മാറ്റമാണ് വരുന്നത്. ഇത് പിടിച്ചു നിർത്തി, അന്തരീക്ഷത്തിൻ്റെ താപനില പിടിച്ചു നിർത്തി ലോകത്തെ കൂടുതൽ സുസ്ഥിരമാക്കി കൊണ്ടുപോകാനുള്ള വികസന കാഴ്ചപ്പാടുകൾ എങ്ങനെ കൊണ്ടുവരാം ലോകത്താകെ എല്ലാ രാജ്യങ്ങൾക്കും, ഇത് ചർച്ച ചെയ്യാനാണ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 29 ആണിപ്പോൾ. 29ാമത്തേതായി. 95 തുടങ്ങിയതാണ്, 29ാമത്തായി. അടുത്ത വർഷം നടക്കും. അപ്പോൾ ഇതിങ്ങനെ നടക്കുമ്പോൾ ലോകരാജ്യങ്ങളിൽ എന്നെപ്പോലുള്ളവരുടെ പരാതി അല്ലെങ്കിൽ ഒബ്സർവേഷൻ, ഇപ്പോൾ പത്രങ്ങളിലൊക്കെ പറയുന്നത് സമ്മേളനം കൂടും നന്നായിട്ട്, നല്ല പ്രമേയങ്ങൾ പാസ്സാക്കും, പക്ഷേ ഇതെന്ത് ചെയ്യൂല, അങ്ങോട്ട് പോയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യില്ല, രാജ്യത്ത് പോയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യില്ല. കാരണം ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ചില ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. രോഗം മനസ്സിലാക്കി ചികിത്സിക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. ചിലതൊക്കെ നഷ്ടപ്പെടുത്തണം, ചിലത് മാറണം, അങ്ങനെ ചിലപ്പോൾ അത് ലോകത്ത് വളരെ കുറച്ചേ നടക്കുള്ളൂ. എഗ്രിമെൻറ്റുകൾ പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, പാലിക്കപ്പെടുന്നില്ല, അതുകൊണ്ട് ഇതൊരു വെറും ഒരു എക്സർസൈസായിട്ട്, ഒരു എക്സർസൈസിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സർസൈസായിട്ട് മാറുന്നു. ഞാൻ പറയുന്നു അതും കൂടി ചിലപ്പോൾ ഒരു ദുരന്തമായിരിക്കും. 1 ലക്ഷം പേര് പങ്കെടുത്തൊരു പട്ടണത്തിൽ വരുന്നതല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് ലോകമാകെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.